ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡാൻ എന്ന ആനിമി സീരീസിന്റെ സീസൺ 1 8ാമത്തെ എപ്പിസോഡാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മോമയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കൂടെ ഐറയും ഉണ്ട്. ഇങ്ങനെ അവർ ഫുഡ് കഴിക്കുമ്പോൾ ഓക്കാറും ഐറയും മോമയെ നോക്കുന്നുണ്ട്. അപ്പം മോമോ ഐറയെ നോക്കി, ഹേ, ഞാൻ നിന്റെ തലയിൽ പാത്രം ഇട്ടത് കൊണ്ടല്ലേ നീ എന്നെ ഹേറ്റ് ചെയ്യുന്നത്? എനിക്ക് നിന്റെ ശത്രുവായിരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ അന്നങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഐ ആം സോറി. ദെൻ മോമോ ഐറയോട് ഒക്കാറിനോട് സോറി പറയാൻ ആവശ്യപ്പെടുന്നു. കാരണം ഐറ ഒക്കാറിനെ പരിഹസിച്ചിരുന്നു. ഇത് കേട്ട് ഐറ, നിനക്ക് മനസ്സിലായിട്ടില്ല മോമോ അയാസെ, ഞാൻ നിന്നെ എന്റെ എനിമയായി കാണുന്നത് വെറും ഒരു പാത്രം തലയിലിട്ടത് കൊണ്ടല്ല, പകരം നീ ഒരു ഡീമൺ ആയതുകൊണ്ടാണ്. ഇത് കേട്ട് മോമോ, നിന്നോട് എത്ര വട്ടം പറയണം ഞാനൊരു ഡീമൺ അല്ലെന്ന്? ഇത് കേട്ട് ഐറ ഒക്കാറിനെ ചൂണ്ടിക്കാണിച്ച് ഇവൻ ആരാണെന്ന് ചോദിക്കുന്നു. ഇവൻ ആക്രോബാറ്റിക് സിൽക്കിയോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവൻ എക്സാക്ട്ലി ഒരു ഡീമണെ പോലെ ആയിരുന്നു. ആൻഡ് അത് മാത്രമല്ല, പിന്നെ ഈ സ്ത്രീ, ഇവർ എങ്ങനെയാണ് നിന്റെ ഗ്രാൻഡ്മ ആകുന്നത്? അവർ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് യങ് ആണ്. ഇത് കേട്ട് മുത്തശ്ശി, അതേ മോളെ, മോമോ ഒരു ഡീമൺ ആണെന്ന് പറയുന്നു. ഇതേട്ട് മോമോക്ക് ദേഷ്യം വരുന്നുണ്ട്. ഐറ പറയുന്നത് മോമോ കാറുന്റെയും മുത്തശ്ശിയുടെയും ബോസ് ആണെന്നാണ്. ഇങ്ങനെ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. ദെൻ ഐറ പറയുന്നു, ഞാൻ നിന്നെ ഒരു ദിവസം ഡിഫീറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് അവൾ അവളുടെ ബാഗും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ മുത്തശ്ശി ഐറയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐറ, നീ ട്രൈ ചെയ്, നിനക്ക് മോമയെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതേട്ട് മോമോക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ഐറ വീണ്ടും തിരിച്ചു വരുന്നു. ഐറ ഒക്കാറെ നോക്കി, ടാകാക്കുറ, നീ ഒരു ഡീമൺ ആയിട്ട് പോലും നീ എന്നെ കുറെ തവണ രക്ഷിക്കാൻ ശ്രമിച്ചു. ബട്ട് അത് എന്തുകൊണ്ടാണ്? ഇത് കേട്ട് മോമോ, കാരണം അവനൊരു ഡീമൺ അല്ല. ഇത് കേട്ട് ഒക്കാറുൻ, എനിക്കങ്ങനെ റീസൺ ഒന്നുമില്ല. ഇപ്പോ ആർക്കെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കില്ലേ? ഇത് കേട്ട് ഐറ, എനിക്ക് മനസ്സിലായി, നിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഹ്യൂമന്റെ ഹാർട്ട് ഉണ്ട്. ഞാൻ നിന്നെ മോമയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഇതും പറഞ്ഞ് ഐറ അവിടെ നിന്ന് പോകുന്നു. ഇതാണ്ട് മോമോ, ഇവിടെ ഇപ്പോ എന്താ സംഭവിച്ചത്? ദെൻ അവിടെ നിന്ന് പോകുമ്പോൾ ഐറ പറയുന്നു, എനിക്കെന്താണ് ഇങ്ങനെ ഒരു ഫീലിംഗ്? ഞാനൊരു ഹ്യൂമൻ ആണ് ആൻഡ് അവനൊരു ഡീമണും. നോ, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഐറ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. സംഭവം മനസ്സിലായോ? ഐറക്ക് ഒക്കാറിനോട് ചെറിയൊരു ക്രഷ്. അവിടുന്ന് കട്ട് ചെയ്ത ഇപ്പോ ടെർബോർഗാനി ഒക്കാറിന്റെ ബോൾസ് അവന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. ഇവരിപ്പോ ഒരു ബേസ്ബോൾ കളിക്കുന്നത് പോലെയാണ് ഇത് ചെയ്യുന്നത്. ഗ്രാനി ആ ബോൾസ് ഫാസ്റ്റായി എറിയുന്നു. മുത്തശ്ശി അതിനെ അടിക്കാൻ ശ്രമിക്കുന്നു. ബട്ട് ജസ്റ്റ് മിസ്, അത് ഒക്കാറിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു. അങ്ങനെ ഒക്കാറിന് അവന്റെ ഒരു ബോൾസ് തിരിച്ചു കിട്ടുന്നു. ഇതുകൊണ്ട് അവൻ ഹാപ്പി ആകുന്നു. അവിടുന്ന് കട്ട് ചെയ്ത അടുത്ത ദിവസം സ്കൂളിൽ മോമോയും ഒക്കാറിന്റെ രണ്ടാമത്തെ ബോൾ എവിടെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോ മോമോ, നമുക്ക് ലഞ്ച് ബ്രേക്കിൽ സ്കൂളിന്റെ റൂഫിൽ വെച്ച് കാണാമെന്ന് പറയുന്നു. ഇത് ഒക്കാറുൻ, ഐ ആം സോറി മിസ് ആയാസെ, എനിക്കിന്ന് ലഞ്ച് ബ്രേക്കിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ട്. ഇത് മോമോ, എങ്കിൽ നമുക്ക് സ്കൂൾ വിട്ടതിന് ശേഷം സംസാരിക്കാം. ബട്ട് ഒക്കാറും പറയുന്നു, തനിക്ക് അപ്പോഴും കുറച്ച് ജോലികളുണ്ട്. ഇത് മോമോക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എങ്കിലും അവൾ ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വരുന്നു. ദെൻ മോമോ തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്നു. മോമോക്ക് ഒക്കാറുൻ തന്നോട് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇത് കണ്ട് അവളുടെ ഫ്രണ്ട്സ് ഒക്കാറുൻ ഏതെങ്കിലും പെണ്ണിനെ കാണാൻ പോയതാണെങ്കിലോ എന്ന് ചോദിക്കുന്നു. ഇതൊരു മോമോ, ഒക്കാറുൻ അങ്ങനെ ചെയ്യില്ല. അപ്പോഴാണ് ഐറയുടെ മുഖം മോമോയുടെ മനസ്സിൽ വരുന്നത്. ശേഷം മോമോ അവിടെ നിന്ന് ഡ്രിങ്ക്സ് വാങ്ങാൻ പോകുന്നു. അത് വാങ്ങി തിരിച്ചു വരുമ്പോ മോമോ പറയുന്നു, എനിക്ക് എന്താണ് പറ്റിയത്? അവന്റെ ക്ലാസ്സിൽ പോയി നോക്കിയാലോ? ഓ വേണ്ട, അവൻ റിപ്പോർട്ട് തയ്യാറാക്കുകയായിരിക്കും, വെറുതെ എന്തിനാ അവനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇങ്ങനെ വരുമ്പോ മോമോ ഒരു കാഴ്ച കാണുന്നു. ഇതുകൊണ്ട് മോമോ ഷോക്ക് ആവുന്നു. ഇവിടെ സംഭവിച്ചത് ഒക്കാറുൻ സ്കൂളിന്റെ പുറകിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാരണം അവനറിയാം ഇനിയും ഏലിയൻസും സ്പിരിറ്റ്സും വരും. അവരെയൊക്കെ എതിർത്ത് മോമയെ രക്ഷിക്കണമെങ്കിൽ ഒക്കാറുൻ സ്ട്രോങ് ആവണം. അതിനുവേണ്ടിയാണ് അവൻ ട്രെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ ഇവൻ ട്രെയിൻ ചെയ്യുമ്പോൾ അവിടെ ഐറ വരുന്നു. ഐറ പറയുന്നു, നീ ഒരു ഡീമൺ ആണ്, ഞാനൊരു ഹ്യൂമനും. എനിക്കറിയാം ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലെന്ന്, ബട്ട് എനിക്ക് എന്റെ ഫീലിംഗ്സ് ഹൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ ഐറ ഒക്കാറുനെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒക്കാറുൻ പെട്ടെന്ന് തന്നെ അവളെ തള്ളി മാറ്റുന്നു. ഇതുകൊണ്ട് ഐറ, ടാകക്കുറ, നീ വളരെ വിയേർഡാണ്. ഇത് ഒക്കാറുൻ, എന്ത്, ഞാനോ? നീയാണ് വിയേർഡായി പെരുമാറുന്നത്. ഇത് ഐറ, നമ്മൾ ഒരാളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ കിസ് ചെയ്യണം ആൻഡ് അവർ അത് അക്സെപ്റ്റും ചെയ്യണം. ഇങ്ങനെയാണ് എന്റെ അച്ഛന്റെ ബുക്കിൽ പറയുന്നത്. ഐറ കുറെ ബുക്സ് ഒക്കെ വായിച്ചാണ് ഒക്കാറുനെ കിസ് ചെയ്യാൻ വന്നത്. ഇത് കേട്ട് ഒക്കാറുൻ ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്നു. ആൻഡ് ഐറയെ പോലുള്ള ഒരു പോപ്പുലർ ആയ സ്റ്റുഡന്റിന് റൊമാൻസിനെ പറ്റി ഒന്നും അറിയില്ലെന്ന കാര്യം ഒക്കാറുന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത് കേട്ട് ഐറ, പോപ്പുലാരിറ്റിയും റൊമാൻസും ഡിഫറെന്റ് ആണ്. റൊമാൻസിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പുറകോട്ടാണ്. ദെൻ ഐറ വീണ്ടും ഒക്കാറുനെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഇരിക്കെ രണ്ടുപേരും കാല് തെറ്റി താഴേക്ക് വീഴുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇത് മോമോ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. പുറകെ ഒക്കാറുനും പോകുന്നുണ്ട്. ഒക്കാറും പറയുന്നുണ്ട്, മിസ് ആയാസെ, നിങ്ങൾ കരുതുന്ന പോലെയല്ല, ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതേട്ട് മോമോ, നീ എന്നോട് പറഞ്ഞത് നിനക്ക് റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ടെന്നാണ്. ബട്ട് നീ ഇവിടെ ഐറോടൊപ്പമാണ് ഉള്ളത്. നീ നിന്റെ ജാക്കറ്റ് വരെ ഊരിയിട്ടുണ്ട് ആൻഡ് നീ ഇപ്പോ നല്ല പോലെ വിയർക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിന്റെ കയ്യിൽ എന്താണുള്ളത്? അതും
നിങ്ങളുടെ കളിയുടെ ഭാഗമാണോ? ഇതേട്ട് ഒക്കാറുൻ മിസ് ആയാസെ ഇതിനൊക്കെ എനിക്കൊരു റീസൺ ഉണ്ട്. ഇതേട്ട് മോമോ എനിക്ക് നിന്റെ ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. ആൻഡ് നീ പറഞ്ഞ റിപ്പോർട്ട് കള്ളമാണോ? ഇത് ടോക്കാറുൻ അതെ എന്ന് പറയുന്നു. ദെൻ അവൻ മോമോയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ബട്ട് മോമോ അവനോട് നിർത്താൻ പറയുന്നു. ഇവിടെ മോമോ തന്റെ ക്ലാസ്സിലിരുന്ന് ഒക്കാറുവിനെ പറ്റി ചിന്തിച്ച് ഒരു മാതിരി പെരുമാറുന്നു. ഇതെന്റെ മോമോയുടെ ഫ്രണ്ട്സ് മോമോയുടെ ഉള്ളിൽ ഗോസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറയുന്നു. ഇതേ സമയം ഒക്കാറുൻ തന്റെ ക്ലാസ്സിലിരുന്ന് മോമോയോട് സത്യം പറയാൻ തീരുമാനിക്കുന്നു. ഇനി മിസ് ആയാസയോട് ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒക്കാറുന്റെ ക്ലാസ്സിൽ വെള്ളമുള്ള കാര്യം അവൻ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ അവൻ ചുറ്റും നോക്കിയപ്പോൾ അവന്റെ ക്ലാസ്സിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് അവനും വെളിയിലേക്ക് പോയി ആരാണെന്ന് നോക്കുന്നുണ്ട്. അത് ഐറയായിരുന്നു. ഐറ കരുതുന്നത് ഇത് മോമോ ചെയ്തതാണെന്നാണ്. ഒക്കാറുൻ മോമോയെ അന്വേഷിക്കുന്നു. ബട്ട് മോമോ അവളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ദെൻ മോമോയെ കാണിക്കുന്നുണ്ട്. മോമോ വിൻഡോ തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ബട്ട് എല്ലാ വിൻഡോസും പുറത്തുനിന്ന് ക്ലോസ്ഡ് ആയിരുന്നു. മോമോ നോക്കുമ്പോൾ വെള്ളത്തിന്റെ അളവും വർദ്ധിക്കുന്നുണ്ട്. മോമോ ഒക്കാറുൻ എവിടെയാണെന്ന് ആലോചിക്കുന്നു. ദെൻ മുമ്പ് കണ്ട കാര്യമോർത്ത് അവൾക്ക് വീണ്ടും ദേഷ്യം വരുന്നു. അപ്പോൾ പുറകിൽ നിന്ന് മോമോ എന്തോ ശബ്ദം കേൾക്കുന്നു. ഇങ്ങനെ അതെന്താണെന്ന് നോക്കുമ്പോൾ അതൊരു ഡൈനോസറെ പോലുള്ള ഒരു മോൺസ്റ്റർ ആയിരുന്നു. അതിനെ കണ്ടതും മോമോ പെട്ടെന്ന് തന്നെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുന്നു. ബട്ട് അവിടെ വെള്ളമുള്ളതിനാൽ മോമോ ജസ്റ്റ് ഒന്ന് അനങ്ങിയപ്പോ ആ വെള്ളത്തിലെ വേവ് ആ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് പോകുന്നു. ഇത് കണ്ട ആ മോൺസ്റ്ററിന് അവിടെ ആരോ ഉണ്ടെന്ന് മനസ്സിലാകുന്നു. ശേഷം തന്റെ പവർ യൂസ് ചെയ്ത് ആ മോൺസ്റ്റർ മോമോ നിൽക്കുന്ന ക്ലാസ് റൂം തകർത്ത് കളയുന്നു. ദെൻ ആ മോൺസ്റ്റർ അവിടെ നിന്ന് പോകുന്നു. മോമോ ജസ്റ്റ് മിസ്സിന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മോമോ വീണ്ടും ഒക്കാറുൻ എവിടെയാണെന്ന് ആലോചിക്കുന്നു. ഇവിടെ ഒക്കാറുനും ഐറയും ആ മോൺസ്റ്റർ അറ്റാക്ക് ചെയ്തതിന്റെ ശബ്ദം കേൾക്കുന്നു. ഇത് കണ്ട് ഐറ അതെന്താണെന്ന് ചോദിക്കുന്നു. ഇത് ഒക്കാറുൻ അതെനിക്കറിയില്ല. ബട്ട് മുമ്പ് ഞങ്ങൾക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഒരു ഏലിയൻ ഞങ്ങൾ 4 വശങ്ങളിൽ നിന്നും കവർ ചെയ്തു. ആൻഡ് അവിടെയും ഇതുപോലെ ഡാർക്ക് ആയിരുന്നു. ഇത് കേട്ട് ഐറ ഏലിയൻസ് റിയൽ ആണോ എന്ന് ചോദിക്കുന്നു. ഇത് ഒക്കാറുൻ അതെ ഏലിയൻസ് റിയൽ ആണ്. ആൻഡ് അവർ ഗോസ്റ്റിനേക്കാൾ ക്രീപ്പിയാണ്. ഐറ ചോദിക്കുന്നു ഏലിയൻസ് എന്തിനാണ് ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യുന്നത്? ഇത് ഒക്കാറുൻ അവർ ഹ്യൂമൻസിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കളക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ അവിടെ ഒരു ഏലിയൻ വരുന്നു. ആ ഏലിയൻ ബോക്സിംഗ് ഗ്ലൗസ് ഒക്കെ ധരിച്ചിട്ടുണ്ട്. ആ ഏലിയൻ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒക്കാറുൻ പെട്ടെന്ന് തന്നെ കേസായി മാറി ഐറയെ രക്ഷിക്കുന്നു. ദെൻ ഐറയോട് ഇവിടെ നിന്ന് പോകാൻ പറയുന്നു. ശേഷം ഒക്കാറുൻ ആ ഏലിയനെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവന് തല കറങ്ങുന്നു. പെട്ടെന്ന് അവൻ താഴേക്കും വീഴുന്നു. താഴേക്ക് വീണതും ഒക്കാറുൻ നോർമൽ ആകുന്നു. അപ്പോൾ അവിടെ സർ പോയിന്റ്സ് വരുന്നു. സർ പോയിന്റ്സ് ഒക്കാറുനെ നോക്കി അങ്ങനെ നമ്മൾ വീണ്ടും മീറ്റ് ചെയ്തു. അപ്പോൾ ഐറ വീണ്ടും ആ കുരിശെടുത്ത് അവർക്ക് നേരെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ട ഒക്കാറുൻ ഐറയോട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറയുന്നു. കാരണം ഈ ഏലിയൻസിന്റെ ടാർഗറ്റ് സ്ത്രീകളാണ്. ഇങ്ങനെ ഇരിക്കെ അതിലൊരു ഏലിയൻ ഐറയെ തന്റെ പവർ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. ദെൻ അതിലൊരു ഏലിയൻ പറയുന്നു ഞങ്ങൾ ഈ സ്ഥലം അഡ്ജസ്റ്റ് ചെയ്തത് ഹൈ സ്പിരിച്വാലിറ്റി ഉള്ളവർക്ക് മാത്രം എൻറ്റർ ചെയ്യാവുന്ന വിധത്തിലാണ്. ശേഷം ഒക്കാറുനെ നോക്കി ഞങ്ങൾ ഇവിടെ വന്നത് നിന്റെ ബനാനയ്ക്ക് വേണ്ടിയാണ്. ഇത് ഒക്കാറുൻ വരുന്നവർക്കും പോകുന്നവർക്കും എന്റെ ബനാനയാണല്ലോ വേണ്ടത്. ഇത് കേട്ട ഏലിയൻ കാരണം നിന്റെ ഇത് സ്പെഷ്യൽ ആണ്. നിന്റെ കൈവശം വളരെ അമേസിംഗ് ആയ പവർ ഉണ്ട്. അത് ഞങ്ങളുടെ സയൻസിനേക്കാൾ വലുതാണ്. സോ ഞങ്ങൾക്ക് നിന്റെ പവർ വേണം. ആൻഡ് ഞങ്ങൾ നിന്നിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നിന്റെ പവേഴ്സ് ഞങ്ങളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഇത് ഒക്കാറുൻ തനിക്കൊരു പവറുമില്ല. ഇതൊക്കെ കേസിന്റെ പവറാണ്. ബട്ട് അവർ ഇതൊന്നും കേൾക്കുന്നില്ല. അവർക്ക് ഒക്കാറുന്റെ ബനാന കിട്ടിയേ പറ്റൂ. ദെൻ ഒക്കാറുനെ അവർ തന്റെ പവർ യൂസ് ചെയ്ത് ഉയർത്തുകയും അവന്റെ വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. ദെൻ അവർ ഓപ്പറേഷൻ തുടങ്ങാൻ പോകുന്നു. ഇതാണ്ട് ഒക്കാറുൻ പ്ലീസ് എന്നെ വെറുതെ വിട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്കൊരു പവറുമില്ല. ഇങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ആ ഏലിയൻസിനെ കുറച്ച് പിങ്ക് കളർ മുടി വന്ന് പിടിക്കുന്നു. അപ്പോൾ ആണ് കാണിക്കുന്നത് ഐറയുടെ ഉള്ളിൽ ഇപ്പോൾ ആക്രോബാറ്റിക് സിൽക്കിയുടെ പവർ ഉണ്ട്. അവളെ ഇപ്പോൾ കാണാൻ എക്സാക്ട്ലി ഒക്കാറുൻ കേസായി മാറുന്നത് പോലെയാണ്. ഐറ പറയുന്നു ഞാനാണ് ചോസൻ വൺ, അതുകൊണ്ട് ടാക്കക്കുരെ വെറുതെ വിട്. അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.